നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആത്മാക്കളെ സത്യമുള്ളവരാ. സുധിയേട്ടന്റെ ആത്മാവ് തന്നെ അത് തടഞ്ഞോളും. പിന്നെ ഒരു മൺകലശം കാട്ടി എന്നെ വരുതിക്ക് നിർത്താമെന്ന് നീ വെറുതെ വ്യാമോഹിക്കണ്ട. നിത്യല്ല, ഇത് ദേവികയാ. നല്ല ചങ്കുറപ്പും ചങ്കൂറ്റമുള്ള പെണ്ണ്. ഇറങ്ങിപ്പോടാ. പോകാൻ. സുധേട്ടാ, കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കി അസ്ഥിത്തറ തകർത്താലൊന്നും ഞാൻ തളരില്ല. എന്നെ ആർക്കും തകർക്കാനും പറ്റില്ല. എന്റെ സുധേട്ടന്റെ ചിതാഭസ്മം അത് പോയതിലേ ഉള്ളൂ എനിക്ക് വിഷമം. എന്റെ പ്രാണനല്ലേ അത്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ആ കലശത്തിന് മുൻപിൽ തിരിവെക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. തളരുമ്പോ താങ്ങി നിർത്തുന്ന ഒരു ഊന്നുവടിയായിരുന്നു എനിക്കത്. മോളെ, എന്താ മോളെ ഇത്? നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. മോടെ ഉള്ളിൽ ഇപ്പോഴും സുധി ജീവനോടെ ഇല്ലേ? അവന്റെ പ്രാണനല്ലേ പോയുള്ളൂ. ആത്മാവ് മോളോടൊപ്പം ഉണ്ടല്ലോ. മോളിങ്ങനെ തകർന്നു നിൽക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ശേഷിയില്ല. മോള് തരുന്ന ധൈര്യത്തിലും പ്രതീക്ഷയിലുമാ ഞങ്ങൾ മുൻപോട്ട് പോകുന്നു. ആ മോള് തകർന്നു പോയാൽ പിന്നെ ഈ വീടിന്റെ അവസ്ഥ എന്താവും? ഇല്ല അച്ഛാ, ഞാൻ തളരില്ല. ഓരോന്നോർത്തു പോയപ്പോ കരഞ്ഞു പോയതാ. എന്റെ ഈ താലി സത്യമുള്ളതാ. അതുകൊണ്ട് തന്നെ എന്റെ സുധിയേട്ടന്റെ ചിതാഭസ്മം അതെടുത്തവര് തന്നെ തിരികെ കൊണ്ട് തരും. നമ്മളത് ഇവിടെ തന്നെ വെച്ച് തിരികെത്തിക്കും. അപ്പൊ ഏട്ടന്റെ കല്യാണം അല്ലേ? കല്യാണമല്ല, ഒരു വാക്കുറപ്പിക്കൽ, ചാർത്ത് കൈമാറ്റം. എന്തെങ്കിലും ആവട്ടെ, എന്നെ വിളിച്ചല്ലോ VIP ഗസ്റ്റ് ആയിട്ട്. എനിക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയ പിന്നെ ഭയങ്കര ഇഷ്ടമാ. നിത്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് ഒരു കുഞ്ഞു ചടങ്ങാ. അല്ലെങ്കിൽ വീട്ടിൽ വന്ന് അച്ഛനെയും അമ്മയും എല്ലാരെയും ക്ഷണിച്ചേനെ. അത് സാരമില്ല, ഏട്ടന്റെ കല്യാണത്തലേന്ന് ഞങ്ങൾ എല്ലാരും അവിടെ ഉണ്ടാവും. വിരുന്നുകാരായിട്ടല്ല, വീട്ടുകാരായിട്ട്. അതങ്ങനെ ആണല്ലോ. നിത്യക്കുട്ടിയുടെയും ശരത്തേട്ടന്റെയും കല്യാണത്തിന് 2 ദിവസം മുമ്പേ ഞങ്ങളങ്ങ് എത്തും. സുഗുണ, ഓ അതാ പെണ്ണല്ലേടാ, മനോഹരന്റെ മനോഹരപുത്രി.
അതേന്ന് തോന്നുന്നു മുതലാളി. തോന്നലല്ലടാ, അതെ. തന്ത കാണിക്കുന്ന പണി മോളോട് തന്നെ പറയാം. നടു റോഡിൽ വെച്ച് പറയുമ്പോ കാര്യത്തിന്റെ ഗൗരവം കൂടും. അയ്യോ, അത് വേണോ മുതലാളി? പഴയ കാലമൊന്നുമല്ല, കേസ് വല്ലതുമായ കേസ് ഓപ്പ്. അല്ല മുതലാളി, അതിന്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ട്. അതിന് നിനക്കെന്താടാ? നിന്റെ ഇളയപ്പന്റെ മോളൊന്നുമല്ലല്ലോ. ആരുടെങ്കിലും മുന്നിൽ വെച്ചേ 4 എണ്ണം പറഞ്ഞാലേ കാര്യങ്ങൾക്കൊരു വേഗം കൂടും. അധികം ബഹുമാനമൊന്നും വേണ്ട കൊച്ചേ. സ്റ്റാൻഡിറ്റീസും അറ്റൻഷനൊക്കെ ഞാൻ പറയാം നിന്റെ തന്ത പൈസ തന്നു കഴിയുമ്പോ. ആരാ നിത്യത്? ആരാച്ചാര്? പെൺകുട്ടികളോട് മര്യാദയ്ക്ക് സംസാരിക്കണം. എടി കൊച്ചേ, മീനച്ചിലാറ്റിന്ന് ഞാൻ കോരുവല കൊണ്ട് പിടിക്കുന്ന പൂഞ്ഞാന്റെ വലിപ്പമുള്ളൂ നിനക്ക്. അതുകൊണ്ട് മുടിയഴിച്ചിട്ട് എന്നോട് മുട്ടാൻ വരണ്ട. വന്നാലേ കാലെ പിടിച്ച് വാരി ഒരൊറ്റ അടി. കുഞ്ഞുണ്ണി മാഷിന്റെ കവിത പോലെയാവും. പടം പടം പപ്പടം. മോളെ, കവിതയൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. 10ഉം പാസ്സായതാണ്. 210. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. അമ്മയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ വെട്ടിക്കൊന്ന് ജയിലിൽ പോയെന്നൊന്നും പറയാൻ ഞാൻ നിൽക്കത്തില്ല. ചെയ്യാനുള്ളത് നേരിട്ട് ചെയ്യും. എന്താ നിങ്ങളുടെ പ്രശ്നം? കുഞ്ഞു പ്രശ്നമാ മോളെ. ഇവളുടെ തന്തേ എനിക്കൊരു 10 ലക്ഷം രൂപ തരാനുണ്ട്, വിത്ത് പലിശ. അത് തന്നു തീർത്ത പ്രശ്നം തീർന്നു. തന്തയും തണ്ടലും ഉള്ളവനാ മീനച്ചിൽ സ്റ്റീഫൻ. വാക്കൊന്നേ ഉള്ളൂ, അതുകൊണ്ട് പണം ഞാൻ വാങ്ങിയിരിക്കും. തന്നില്ലെങ്കിൽ തരുന്നത് വരെ ഞാൻ ചോദിക്കും. നിന്റെ തന്തയോട് മാത്രമല്ല, നിന്നോടും. അതും ഈ നടു റോഡിൽ വെച്ച്. എല്ലാവരുടെയും മാനം കപ്പൽ കയറും. കയറ്റും ഞാൻ. നിങ്ങളോട് ആദ്യമേ പറഞ്ഞതാ പെൺകുട്ടികളോട് മാന്യമായിട്ട് സംസാരിക്കണമെന്ന്. അയ്യോ, പെൺപിള്ളേരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് അറിയാവേ. 3 പെൺപിള്ളേരാ സ്റ്റീഫന്. 3നെ അന്തസ്സായിട്ട് കെട്ടിച്ചുമിട്ടു. 501 പവനും ഓരോ ബെൻസ് കാറുമാ കൊടുത്തുവിട്ടത്. നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന എന്തിനാ? അച്ഛനോ അയാളുടെ പ്രശ്നം അച്ഛനോട് പറയണം. അയ്യോ കൊച്ചേ, നിന്നോട് സംസാരിച്ച് സംബന്ധം ഉണ്ടാക്കാനൊന്നും വന്നതല്ല സ്റ്റീഫൻ. എന്റെ പൈസ മുതലും പലിശയും തീർത്ത് തരുന്നത് വരെ നടു റോട്ടിൽ ഞാൻ നാണം കെടുത്തു. നിന്നെ മാത്രമല്ല, കുടുംബത്തിലുള്ള എല്ലാത്തിനും ചെന്ന് പറഞ്ഞേക്കും നിന്റെ തന്തയോട്. എന്താ നിത്യ പ്രശ്നം? അത് അച്ഛനുമായിട്ടുള്ള എന്തോ ബിസിനസ് ഇഷ്യൂവാ. ഞാൻ പേടിച്ചു പോയി ശരത്തേട്ടാ. ഇത്രയും വലിയൊരു അപമാനം എന്റെ ജീവിതത്തില്. സത്യത്തില് എന്താ സംഭവിച്ചേ? ഫോൺ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ, ആ മീനച്ചിൽ സ്റ്റീഫൻ കാശ് കൊടുത്തില്ലെന്നും പറഞ്ഞ് എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി. അതും സിന്ദഗിയുടെ മുന്നിൽ വെച്ച്. ഇതിലും വലിയൊരു നാണക്കേടുണ്ടോ? ഇത്ര വൃത്തിയായിട്ടല്ലോ അയാള്. കാശ് കൊടുത്താൽ തീരില്ലേ? പക്ഷെ ഉണ്ടായ നാണക്കേട് തീരുവോ? ആ കുട്ടി എന്ത് കരുതി കാണും നമ്മളെ കുറിച്ച്? അല്ല, നിത്യക്കുട്ടി എന്ത് പറഞ്ഞു? അത് ബിസിനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാന്ന് പറഞ്ഞു. അച്ഛനുമായിട്ടുള്ള പ്രശ്നമാണെന്നല്ലേ പറഞ്ഞേ? ആ അതെ. അത് നന്നായി. അതെന്താ? അല്ലെങ്കില് ആ കുട്ടി എന്നെ മോശക്കാരനായിട്ട് കാണില്ലേ? ശരത്തേട്ടൻ ആ പൈസയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അല്ലെങ്കിൽ അയാള്, ആ സ്റ്റീഫൻ ഇത്തരം പ്രവൃത്തികൾ ഇനി ആവർത്തിക്കും. ഉടനെ കൊടുക്കാം മോളൂസേ. എന്നാ ശരത്തേട്ടൻ അയാൾ ഒന്ന് പോയി കണ്ട് സംസാരിക്കും. ഏറ്റവും അടുത്ത ദിവസം ആ 10 ലക്ഷം അതിന്റെ പലിശയുമായി ഞാൻ അയാളെ കാണാം. നോട്ട് കെട്ടുകളെ അയാളെ മുഖത്തേക്ക് ഇങ്ങനെ വലിച്ചെറിയും. എന്നിട്ട് ഞാൻ അവന്റെ സിൽക്ക് ജുബയും കഴുത്തി കിടക്കുന്ന പിണ്ടിക്കുരിശുമാലയും ചേർത്തൊരു പിടിയുണ്ട്. എന്നിട്ട് അവന്റെ മുഖത്ത് നോക്കി ഞാൻ ചോദിക്കും, എന്റെ പെണ്ണിനെ ബഹുമാനിക്കുന്നോടാ? സത്യം? എന്റെ നിത്യക്കുട്ടിയോട് ഞാൻ കള്ളം പറയൂ?
എത്രയോ തവണ ഞാനിത് പറഞ്ഞതാണ്. നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഫണ്ട് ബ്ലോക്കായി കിടക്കുന്നുണ്ടല്ലേ. മണി പമ്പിംഗ് ഫ്ലോ ആയ നമ്മുടെ പ്രശ്നം തീർന്നു. എനിക്ക് അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. ശരത്തേട്ടൻ പറയുന്ന എല്ലാം എനിക്ക് വിശ്വാസമാ. പക്ഷെ ഒന്നും എനിക്ക് പറയാനുള്ളൂ, ശരത്തേട്ടന്റെ പെണ്ണാ ഞാൻ പൊതുനിരത്തിൽ അപമാനിക്കപ്പെടരുത്. ഇല്ലടി, നീ എന്റെ പ്രാണനല്ലേ. നിന്നെ ഒരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ ആരെങ്കിലും തൊട്ടാ കൊള്ളുന്നത് എനിക്കല്ലേ.